കർത്താവിങ്കലേക്ക് തിരിയുവാൻ വൈകരുത്. കാരണം നാളെ എന്നൊരു ദിവസം നിനക്ക് ഉണ്ടാകും എന്ന് നീ ചിന്തിക്കണ്ട. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. ഇന്ന് ഈ ദിവസം നീ ദൈവത്തിലേക്ക് മനസ്സുതിരിക്കണം. ഇതാണ് രക്ഷയുടെ സമയം, ഇതാണ് സ്വീകാര്യമായ സമയം. ഇന്ന് ഇപ്പോൾ നീ മാനസാന്തരപ്പെടണം, കർത്താവിലേക്ക് തിരിച്ച് വരണം. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. അതിന് സാധ്യതയുണ്ട്. ഇവിടെ കർത്താവിലേക്ക് തിരിയാൻ ഒട്ടും വൈകരുത്. തെറ്റായ പാപത്തിൻ്റെ ബന്ധങ്ങൾ, ജഡികത എല്ലാം ഉപേക്ഷിച്ച്, രഹസ്യപാപങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം, മടങ്ങി വരാം. കർത്താവിലേക്ക് തിരിയാനായിട്ട് നീ വൈകരുത്. ഞാൻ ഓർക്കാണ്, എൻ്റെ ഒരു സ്നേഹിതനായ വൈദികൻ പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആങ്ങള, അമ്മാച്ചൻ. ആ മനുഷ്യന് എനിക്കറിയാം, എൻ്റെ നാട്ടിൽ താമസിക്കുന്നതാണ്. ഒരിക്കലും ഇങ്ങനെ അച്ഛനോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ ഒരു അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, ആ മനുഷ്യന് രോഗാവസ്ഥയിൽ ICUവിൽ കിടക്കുക. ICU കിടക്കുന്ന സമയത്ത് അച്ഛൻ ചെന്നു കുർബാന കൊടുക്കാനായിട്ട്. അച്ഛൻ പറയും, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഈ മനുഷ്യന് മദ്യപാനിയായിരുന്നു, പിന്നെ ഒത്തിരിയേറെ പാപകരമായ ജീവിതമൊക്കെ നയിച്ചുള്ള വ്യക്തിയാണ്. പക്ഷേ ICU കിടക്കുമ്പോൾ അവിടെ ചെന്നൊന്ന് ധ്യാനം കൂടാനോ കുമ്പസാരിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരാനോ ഒന്നും മനസ്സ് കാണിക്കാതെ ആ ലോകത്തിൻ്റെ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അച്ഛൻ പറയുന്ന ICUവിൽ കിടക്കുമ്പോൾ അച്ഛന് കുർബാന കൊടുക്കാനായിട്ട് ചെന്നു. അച്ഛൻ പറയുകയാണ്, ഈ മനുഷ്യന് ഞാൻ കുർബാന കൊടുത്തു. ഈ മനുഷ്യനെ കട്ടിലേക്ക് കിടക്കുകയാണ്. കുർബാന നാവിലേക്ക് കൊടുത്തു. നാവിലേക്ക് കൊടുത്തപ്പോൾ ആ ICU കിടന്ന മനുഷ്യൻ എഴുന്നേറ്റിരുന്നിട്ട് കുർബാന തുപ്പിക്കളഞ്ഞു. കുർബാന അവിടെ എഴുന്നേറ്റ് അതുവരെ കിടന്ന മനുഷ്യൻ ചാടി കൊണ്ടിരുന്നിട്ട് തുപ്പിക്കളയാണ് കുർബാന. ഒറ്റ തുപ്പ് കുർബാന പോയി. അച്ഛൻ പറയാം, അത്രമാത്രം പൈശാചിക ബന്ധനത്തിലായിരുന്ന മനുഷ്യൻ. വ്യഭിചാരവും മദ്യപാനവും തോന്നിവാസമുള്ള ജീവിതം. അങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു. കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, ഞായറാഴ്ച പോലും പള്ളിപ്പോക്കില്ല. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ അന്ത്യസമയമായത്. അച്ഛൻ പറയാ, കുർബാന മനുഷ്യൻ സ്വീകരിച്ചില്ല. ദൈവത്തിലേക്ക് തിരിയുവാൻ സമയമുണ്ട്. ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവം വിളിക്കുക. മനസ്സ് കഠിനമാക്കി പാപസുഖങ്ങളിൽ മുഴുകി ജീവിച്ചാൽ, ദൈവത്തെ മറന്നു ജീവിച്ചാൽ, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഹല്ലേലൂയ. ശക്തമായ തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, പരാജയങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിലേക്ക് മടങ്ങി വരിക. മാനസാന്തരം ഇന്നാണ്, ഇപ്പോഴാണ്, ഇന്ന് തന്നെയാണ്. നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. പ്രഭാഷകൻ 15-ാം അധ്യായം. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. മനസ്സു വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. അവിടെ പറയാ, മനസ്സു വെച്ചാൽ നിനക്ക് കൽപ്പനകളെ പാലിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകള്, ദൈവത്തിൻ്റെ ദീപങ്ങള്, അല്ലെ തിരുസഭയുടെ കൽപ്പനകള് നിനക്ക് പാലിക്കാൻ പറ്റാത്തതെന്താ? നീ മനസ്സു വയ്ക്കുന്നില്ല. അക്കാര്യങ്ങളിൽ നിനക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ. മനസ്സു വെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നിന്റെ കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടെ ജീവിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ തീരുമാനമാണ്.
നീ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം അതേതാണോ അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വരും. അതാണ് പറയുന്നത്, അഗ്നിയും ജലവും അവിടുന്ന് നിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അഗ്നിയും ജലവും വെച്ചിരിക്കുന്നു, അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കാം. നീ ഏത് എടുക്കുന്നുവോ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഒക്കെ അഗ്നിയും ജലവും ഒക്കെ നിൻ്റെ മുന്നിലുണ്ട്. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. നീ എന്തു തിരഞ്ഞെടുക്കുന്നോ അതിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും ഒക്കെ ലംഘിച്ച് തോന്നിവാസം ജീവിച്ചാൽ അതിൻ്റെ തകർച്ച നീ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകം 17:34 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ 17-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പതിനേഴാം അധ്യായം 24 വചനങ്ങളാണ്. 17-ാം അധ്യായം 24 മുതൽ. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ, പ്രഭാഷകൻ 17:24 മുതൽ. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. അതാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുക. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുക. അത്യുന്നതിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുക. അല്ലല്ല, മ്ലേച്ഛ പ്രവൃത്തികളെ പൂർണ്ണമായിട്ട് വെറുക്കുക. എന്താ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ? ലൈംഗിക അശുദ്ധി, ലൈംഗിക വൈകൃതങ്ങൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ലൈംഗിക അശുദ്ധികൾ, അങ്ങനെയുള്ള തിന്മകളിലേക്ക്, ലൈംഗിക വൈകൃതങ്ങൾ, അശുദ്ധിയിലേക്ക് പോകരുത്. അവയൊക്കെ ഉപേക്ഷിക്കുക, വെറുക്കാനാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. കരമുയർത്തി കരുണയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. പ്രഭാഷകൻ 41, 5 മുതലുള്ള വചനങ്ങൾ. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. പാപികളുടെ മക്കൾ മ്ലേച്ഛ സന്തതികളാണ്. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ അവർ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അതായത് പാപികളുടെ മക്കൾ, പാപത്തിൽ ജീവിക്കുന്നവരുടെ മക്കളുടെ അവകാശം അവർക്കുള്ളതെല്ലാം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവൻ നിന്ന അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവർ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മഞ്ഞു പോകും. ആ വചനത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട്. പാപികളും അവരുടെ തലമുറകളും നശിച്ചു പോകും. ഹല്ലേലൂയ. അവരുടെ തലമുറകൾ ശാപം വീണവരാണെന്നാ പറയുന്നത്. ശാപം വീണ തലമുറയാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർ, അവരുടെ പൂർവ്വപിതാക്കന്മാർ, തലമുറകൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം. അതിനാവശ്യമാണ്. നമ്മുടെ പിതാക്കന്മാർ അകൃത്യങ്ങളിലും തിന്മകളിലൊക്കെ മുഴുകിയാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ മാപ്പ് ചോദിക്കണം. ഹല്ലേലൂയ.
കരമുയർത്തി കരുണയ്ക്ക് വേണ്ടി ഇന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് വിളിച്ച യേശുവേ എന്നോട് കരുണയായിരിക്കണമേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾ ചെയ്ത പാപങ്ങൾക്ക്, നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്ത പാപങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കാം. പാപികളുടെ സന്തതികൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ശാപത്തിലേക്കാണ് പിറന്നു വീണത്. അവർ പിതാക്കന്മാരുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ, തിന്മകൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ പൊതുവായിട്ട് ഞാൻ ആമുഖമായിട്ടെന്ന് പറഞ്ഞാണ് ഇനി പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് നമ്മൾ ഒന്ന് കേൾക്കുകയാണ്. നിങ്ങളൊക്കെ അനേക ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് ബോധ്യമുണ്ട്. എന്നാൽ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണം. അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഇതൊക്കെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അവൾ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും പാപമാണ്. സ്നേഹവിരുദ്ധമായ ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്. സഹോദര സ്നേഹം, ദൈവസ്നേഹം, ഇതിന് എതിരായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാപമാണ്. യാക്കോബ് 4:17 ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നന്മ ചെയ്യുന്നില്ലെങ്കിൽ അവൻ പാപം ചെയ്യുന്നു. എത്രമാത്രം നന്മ ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം നന്മ ചെയ്യാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ ചെയ്യാതിരിക്കുന്നവൻ തിന്മ ചെയ്യുന്നു. നന്മ ചെയ്യാതിരിക്കുന്നത്, ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുന്നത് പാപമാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശരിക്കും നമ്മൾ കുമ്പസാരത്തിൽ പാപത്തെക്കുറിച്ചൊക്കെ പറയും, പക്ഷേ ചെയ്യേണ്ട നന്മകൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പലപ്പോഴും കുമ്പസാരത്തിൽ പറയാറില്ല. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. അത് ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 യോഹന്നാൻ 3:4 പറയുന്നുണ്ട്, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ലംഘിക്കുന്നതാണ് പാപം. അവയെ ധിക്കരിക്കുന്നതാണ് പാപം. ദൈവകൽപ്പനകളെ, വചനത്തെ അവഗണിക്കുന്നതാണ് പാപം. ഹല്ലേലൂയ. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ധ്യാനിക്കണം നമ്മൾ ചെയ്ത പാപങ്ങളെ, എന്നിട്ട് അനുദപിക്കണം. ദൈവസന്നിധിയിൽ പാപം ഉപേക്ഷിക്കാനായിട്ട് നല്ല ഒരു തീരുമാനം എടുക്കണം. ഹൃദയം ഒരുങ്ങി നന്നായിട്ട് ഒരു കുമ്പസാരം നടത്തുക. കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മുടെ നിരവധിയായ പാപങ്ങൾ കർത്താവ് മായ്ച്ചു കളയുക. ഓരോ കുമ്പസാരക്കൂട്ടിലും യേശു നിങ്ങളെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ് കുമ്പസാരം എന്ന കുദാശ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക. കുമ്പസാരിച്ച് പാപങ്ങളൊക്കെ ഏറ്റു പറയുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും കർത്താവ് പൊറുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുക്കൽ കുമ്പസാരിക്കണം. അതിന് മടി വിചാരിക്കരുത്. സങ്കീർത്തനത്തിൽ 32 2-ാം അധ്യായത്തിൽ 32-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 വചനങ്ങൾ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ ഭാഗ്യവാൻ, പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെന്ന് നമ്മൾ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ യേശു നമ്മുടെ പാപം ക്ഷമിക്കും. അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. അവൻ ഭാഗ്യവാൻ. അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നവൻ, പാപം ക്ഷമിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ. കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നീ ഭാഗ്യവാനാ, നീ പുണ്യവാനാ, നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ. കർത്താവ് ആരെ കുറ്റം വിധിക്കാതിരിക്കുന്നുവോ അവനാണ് ഭാഗ്യവാൻ. ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. പലരുടെ ഹൃദയത്തിൽ വഞ്ചനയാണ്, കാപട്യമാണ്, അശുദ്ധിയാണ്. അത് ഏറ്റവും വലിയ പാപമാണ്. കർത്താവ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്.
ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ അവസ്ഥയെ അല്ല ദൈവം നോക്കുന്നത്, അവൻ്റെ ഹൃദയം എന്താണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഒരു സങ്കടമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു സങ്കടമാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. 6-ാം അധ്യായത്തിൽ 5, 6, 7 വചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. കണ്ടോ, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്ത ഭാവന ദുഷിച്ചതാണെന്ന് ദൈവം കണ്ടു. അവൾ ഹൃദയഭാഗത്താണ് നോക്കുന്നത്. ഹൃദയത്തിലെ വഞ്ചന, കാപട്യം, ലൈംഗിക അശുദ്ധി, ജഡികത, മ്ലേച്ഛത എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. കർത്താവിന് സങ്കടമായിപ്പോയി. മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഹൃദയമില്ല, എല്ലാം അശുദ്ധിയും മ്ലേച്ഛതയുമാണ്. കർത്താവിനങ്ങ് സങ്കടമായി. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് എഴുതി ചെയ്യുന്നു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവിശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയം വേദനിച്ചു. കർത്താവ് നോക്കിയത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്. കർത്താവിന് സങ്കടമായി, വിഷമായി. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ, ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ച സങ്കടമായി. കർത്താവ് പറയുക, ഞാൻ എല്ലാത്തിനും നശിപ്പിക്കാൻ പോവുകയാണ്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, എല്ലാം നശിച്ചത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ഞങ്ങളെല്ലാവരും കണ്ണുനീരോടെ നല്ലൊരു കുമ്പസാരം നടത്തുക, പശ്ചാത്തപിക്കുക, ക്ഷമിക്കാനുള്ളവർക്കെല്ലാം ക്ഷമ കൊടുക്കുക. നിന്നെ വേദനിപ്പിച്ചവരുണ്ട്, നിന്നെ പീഡിപ്പിച്ചവരുണ്ട്, അപമാനിച്ചവരുണ്ട്, അവർക്കൊക്കെ ക്ഷമ കൊടുക്കാൻ നിനക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,